അപ്പോൾ ഈ ഡിസ്ക്രിപ്ഷനിലൊക്കെ പറയുന്നത് പോലെ തന്നെ നമ്മളൊരു അൺബോക്സിങ്ങിലാണ്. അൺബോക്സിങ് എന്താണെന്നും പറഞ്ഞു കഴിഞ്ഞു. അതെ, നിക്കോണിൻ്റെ ഒരു മാക്രോ ലെൻസാണ്. മാക്രോ ലെൻസ് എന്ന് പറയുമ്പോൾ 105 എന്ന് അവസാനിക്കുന്ന 105 ഫോക്കൽ ലെങ്ത് ഉള്ള ഒരു മാക്രോ ലെൻസ്. അതാണ് ഞാൻ വാങ്ങിയിരിക്കുന്നത്. അത് ഓൺലൈനായിട്ട് വന്നതാണ്. അതെന്തായാലും നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. നല്ല ഗംഭീരമായിട്ട് പാക്ക് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. ഓൺലൈനല്ല, കടയിൽ നിന്ന് തന്നെ മേടിച്ചതാണ്. തൃശ്ശൂരിൽ നിന്ന് മേടിച്ചതാണ്. അവരപ്പോൾ കൊറിയറായിട്ട് അയച്ചു തന്നതാണ്. നന്നായി പാക്കൊക്കെ ചെയ്ത് അയച്ചു തന്നിട്ടുണ്ട്. എന്തായാലും ഈ ലെൻസിനെ കുറിച്ചിട്ട് ഞാൻ തുറന്ന ശേഷം പറയാം. ഇതാണ് ഏതാണ്ട് ലെൻസ് പുറത്തെടുക്കാം. കണ്ടോ, അതായത് നന്നായി പാക്ക് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. തെർമോക്കോളൊക്കെ ഇട്ടിട്ട്. ഇതാണ് നിക്കോൺ. കണ്ടോ, AFS-VR മൈക്രോ നിക്കോർ 105 f2.8 G എന്ന് പറയുന്ന ലെൻസാണ്. എന്താ പറയുക, ഇതിനെ സംബന്ധിച്ച് ഇതിൽ എഴുതിയിട്ടുണ്ട്, ബോക്സിൻ്റെ പുറത്തുണ്ട്, 2 വർഷത്തെ വാറൻറ്റി ഉണ്ട്. അങ്ങനെയൊക്കെയുള്ള വിവരങ്ങൾ ഇതിനുള്ളിലുണ്ട്. മറ്റേത് പൊട്ടിച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ എന്തായാലും കൊറിയർ ബോക്സ് പൊട്ടിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഇതുകൂടി പൊട്ടിച്ചിട്ട് പൂർണ്ണമായിട്ട് ലെൻസ് പുറത്തേക്ക് എടുക്കാം. ഇത് നിക്കോണിൻ്റെ തന്നെ പാക്കിംഗ് ആണ്. ഇതെന്താണെന്നുള്ളത് നോക്കട്ടെ. ഒരു പക്ഷേ ലെൻസ് വുഡ് ആകാനുള്ള സാധ്യത തോന്നുന്നു. സാധാരണ ലെൻസുകൾ എടുക്കുന്ന സമയത്ത് അതോ മറ്റെന്തെങ്കിലുമാണ്. അതെ, ലെൻസ് വുഡ് തന്നെയാണ്. അതായത് ലെൻസിൻ്റെ മുന്നിൽ നിൽക്കുന്ന ഭാഗം അല്ലേ. അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ്, അറിയുന്നവർക്ക് ഇതെല്ലാം അറിയാം. അപ്പോൾ ഇതാണ് ലെൻസ് വുഡ്. കണ്ട, ഓക്കെ. ഇനി ഒന്നുകൂടി ഉണ്ട്. അത് എന്താ നോക്കട്ടെ. അത് ഇതിൻ്റെ പൗച്ചാകാനാണ് സാധ്യത. അതെ, ഇത് പൗച്ചാണ്. ലെൻസ് നമ്മൾ ഇട്ട് വെക്കാൻ പറ്റുന്ന പൗച്ചുണ്ട്. പൗച്ച് ഉൾപ്പെടെ ആണ് ഈ പാക്കിൽ വരുന്നത്. ഇനി നമുക്ക് അടുത്ത പാക്കിൽ എന്തുണ്ടാവും നോക്കാം. സ്വാഭാവികമായിട്ട് നമ്മൾ അതിൻ്റെ ഒരു യൂസർ മാനുവൽ ഉണ്ട് ഇതിനകത്തിൽ. നമുക്ക് മനസ്സിലാവുന്ന ഭാഷയൊന്നും ഇല്ലേ? ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ഉണ്ട്. അങ്ങനെ പല ഭാഷകളിലുണ്ട് കേട്ടോ. ഇതെൻ്റെ വാറൻറ്റി കാർഡാണ്. നിക്കോൺ വേൾഡ് വൈഡ് സർവീസ് വാറൻറ്റി എന്ന് പറഞ്ഞിട്ട് ആണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. 2 വർഷത്തെ വാറൻറ്റിയാണ്, നമ്മൾ നേരത്തെ കണ്ടായിരുന്നല്ലോ. ഓക്കെ, അപ്പോൾ ഇനിയാണ് നമുക്ക് ലെൻസ് ഉണ്ടാവുക. കണ്ടു കഴിഞ്ഞു ലെൻസ്. ഇതാണ് 105 ലെൻസ്. അതായത് ബ്ലോക്ക് ലെൻസാണ്, സൂം ലെൻസൊന്നുമല്ല, ബ്ലോക്ക് ലെൻസാണ്. ഇതിങ്ങനെ കാണാമല്ലോ. കണ്ടോ, കൃത്യമായിട്ട് എഴുതിയിരിക്കുന്നത് 105mm 2.8 ആണ് ഇതിൻ്റെ ഓപ്പണിങ്. ഇപ്പുറത്ത് അതിൻ്റെ മറ്റ് കാര്യങ്ങളുണ്ട്, എങ്ങനെയാണ് എടുക്കേണ്ടതെന്നൊക്കെ ഉള്ള കാര്യങ്ങൾ. എങ്ങനെ എടുക്കേണ്ടതെന്നുള്ളതല്ല, മാനുവൽ ഫോക്കസ്, ഓട്ടോ മാനുവൽ ഫോക്കസ്, അങ്ങനെയുള്ള സെറ്റിങ്സൊക്കെ ഈ സൈഡിൽ 1-2 ഉണ്ട്. കുറച്ച് സ്റ്റെബിലൈസേഷനൊക്കെയുള്ള ലെൻസാണെന്നാണ് മനസ്സിലാക്കുന്നത്. കണ്ടല്ലേ, ഇതാണ് ഇതിൻ്റെ ഒരു കഥ. ലെൻസിൻ്റെ അടിപൊളിയായിട്ടിരിക്കുകയാണ്. എന്തായാലും പുതിയ ലെൻസല്ലേ. ഇവിടെ ഇങ്ങനെ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം കൂടി പറയാം. ഇത് നമ്മൾ മാക്രോ ലെൻസ് എന്ന ഇതിൽ എഴുതിയിട്ടുണ്ട് കൃത്യമായിട്ട്. അതായത് മാക്രോ ഫോട്ടോഗ്രാഫി, ചെറിയ എന്തെങ്കിലും നമ്മുടെ പ്രാണികളുടെയൊക്കെ പടം എടുക്കുന്നതിന് അടിപൊളിയാണ്. നല്ല ഡീറ്റെയിൽസ് കിട്ടുമെന്നുള്ളതാണ്. ഇങ്ങനെ വെച്ചിട്ട്
ഫ്ലാഷൊക്കെ ഇട്ടെടുത്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഡീറ്റെയിൽസ് കിട്ടും. അങ്ങനെയൊക്കെയാണ് ഇത് പറയുന്നത്. ഞാനിത് യൂസ് ചെയ്തിട്ടില്ല, എന്തായാലും യൂസ് ചെയ്ത് നോക്കിയ ശേഷമേ അത്തരം കാര്യങ്ങൾ കൂടുതൽ പറയാൻ പറ്റുള്ളൂ. ഞാൻ പ്രധാനമായിട്ട് ഇതെടുക്കാൻ കാരണം പോർട്രേറ്റ് കൂടി പറ്റും. ഞാനൊരു പ്രൊഫഷണൽ ആയിട്ട് ഇത് അധികം അങ്ങനെയൊന്നും യൂസ് ചെയ്യുന്നില്ലല്ലോ. പോർട്രേറ്റ് കൂടി പറ്റും എന്നുള്ളത് കൊണ്ടാണ്, പോർട്രേറ്റും മാക്രോ ഇതും കൂടെ പറ്റും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ലെൻസ് എടുത്തത്. വലിയ വിലയില്ല എന്നുള്ളതും ഒരു പരിധി വരെ ആശ്വാസമാണ്. എന്തായാലും നേരത്തെ D850 ചെയ്തിരുന്നു, പക്ഷേ അതിൻ്റെ മറ്റ് പിന്നീടുള്ള റിവ്യൂവോ ഫോട്ടോഗ്രാഫി എടുക്കാൻ പോകുന്ന സമയത്തൊന്നും ചെയ്തിരുന്നില്ല. ഇനി അങ്ങനെയുള്ള കാര്യത്തൊക്കെ അതുകൂടി ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് അതും കാണിക്കാം. അതുപോലെ ഈ ലെൻസ് ഇട്ടിട്ട് പടം എടുക്കുന്ന സമയത്ത് അതും കാണിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും ഇതാണ് ലെൻസിൻ്റെ കാഴ്ച. അൺബോക്സിംഗ് ആണിത്. ഇതിൻ്റെ പടം എങ്ങനെയുണ്ട് എന്നൊക്കെ ഉള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ളത്. അത് നമുക്ക് പിന്നീട് കാണിച്ചു തരാം. എന്തായാലും ചാനൽ ഇതുവരെ ആരെങ്കിലും സബ്സ്ക്രൈബൊക്കെ ചെയ്യാത്തവർ കാണുന്നുണ്ടാവും. അവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം തന്നെ ബെല്ലൈക്കൺ കൂടി അമർത്തുക. കുറച്ചുകൂടെ നമ്മുടെ ഇഷ്ടങ്ങൾ, ഹോബികളൊക്കെ ഈ ചാനലിൽ ഉൾപ്പെടുത്താമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതുവരേക്കും എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുക. See you.